ഇങ്ങനെയൊക്കെയല്ലേ ഭയങ്കര ആരാധനയാണ്. ഫിഗർ ചെയ്യണതിൽ കോച്ച് ലെവലായി ഒരുപാട് ആരാധന സോഷ്യൽ മീഡിയ എല്ലാ ഞങ്ങളുടെ നാട്ടിൽ ലേഡീസാ ഫാൻസ് അവിടെ സ്വീകരണം നൽകി ഭയങ്കര എല്ലാ സോഷ്യൽ തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വീഡിയോ എടുത്തിട്ട് ലിപ്ലോക്ക് ചെയ്യണം. ഇതിന്റെ പെരേരെ കൊണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ അല്ല, ഇതിപ്പോ കുറെ കമന്റുകൾ കുറഞ്ഞിട്ടുണ്ട്. കുറെ കമന്റുകൾ കുറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരാളെ പിടിച്ചകത്തിട്ട് അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ആ നടിയോട് പറയാനുള്ളത്, സംഭവം എന്തായാലും ഇങ്ങനെ ഒരു ബോഡി ഷേമിങ് അനുഭവിച്ചു, അതിനുവേണ്ടി കേസ് കൊടുത്തു, അറസ്റ്റ് ചെയ്തു. ഇനി അദ്ദേഹത്തെ ഇനി ചെറിയൊരു ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആള് മാപ്പ് പറയുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ മാപ്പ് കൊടുക്കണമെന്നാണ് ഈ നടിയോട് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. പ്രോത്സാഹിപ്പിക്കല്ല, ശിക്ഷ കൊടുത്തല്ലോ ഓൾറെഡി. അല്ല, അങ്ങനെ ലൈംഗികത കൂടുതലാണ് മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അതിൽ പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് അവരുടെ വീക്ക്നെസ്സാണ്, അവർ കുറ്റമറ്റ കാര്യം. ലൈംഗികത വൈകല്യം ചിലർക്ക് ഇത് കുറവായിരിക്കും, ചിലത് ആവശ്യമായിരിക്കും, ചിലർക്ക് കൂടുതലായി. കൂടുതലിടയിലാണ് 10 മണി കഴിയുമ്പോൾ ചെയ്തല്ലേ. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഞാൻ സംഘടനമല്ല, ആവശ്യമേ ഉള്ളൂ. ഇത് സീക്രട്സാണ്. അതിന് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആണുങ്ങളുടെ അവസ്ഥ വളരെ വലിയാണ്. ലൈംഗിക ദാരിദ്ര്യമുണ്ടോ കേരളത്തിൽ? അത് മാത്രം ഇപ്പോൾ പുതിയ ജനറേഷനില്ല. പുതിയ ജനറേഷൻ ബോയ്സിൻ്റെ കഥകളുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും വിട്ടുവാണെങ്കിൽ ഒന്നിന് അഡൽട്ട് പോകാം, അല്ലെങ്കിൽ കോമാളിത്തം, ടെറർ കാണിക്കാം. ഇതൊക്കെ ആൾക്കാർക്ക് വേണ്ടത്. മീഡിയയെ കുറ്റം പറയില്ല, ആൾക്കാർക്ക് വേണ്ട നെഗറ്റീവ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ മീഡിയയെ കുറ്റം പറയാൻ പറ്റും. ആൾക്കാർക്ക് നല്ലതാണെങ്കിൽ മീഡിയ നല്ലത് കാണിച്ചാൽ ആൾക്കാർക്ക് വേണ്ടതാണ്. അണ്ണനെ തെറ്റിദ്ധരിച്ചു വെച്ചാൽ അണ്ണനാണ് തെറി പറഞ്ഞതെന്ന് പറഞ്ഞു. അണ്ണനെയാണെന്ന് അങ്ങനെയല്ല, അത് പറഞ്ഞുകൂടെ. വേറെ വ്യക്തിയാണ് തെറി വിളിച്ച പേരേര. അണ്ണനെയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിവാദം. ആൾക്കാർക്ക് കഴപ്പ് അല്ലെങ്കിൽ എന്താണ് ഞാനിപ്പോൾ രോഗം ഇങ്ങനെ പെൺപിടിക്കാൻ പറയും. അത് അവർക്ക് വൈകല്യമാണ്. ആ രീതിയിൽ എടുക്കണം. ഇപ്പോൾ ഹോമോസിസ്റ്റ് ആൾക്കാരോ സ്വാഭാവിക ആൾക്കാർ ഹോർമോൺ പ്രോബ്ലം സയൻറ്റിഫിക് ശാസ്ത്രീയ രീതിയിൽ കാണണം. ഒരു വൈകല്യമാണ് അവർ, വീക്ക്നെസ്സാണ്. അതിൻ്റെ പണിഷ്മെൻ്റ് എല്ലാം കൊടുക്കണ്ട, ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ ഈ ഹോമോസിസ്റ്റ് ആൾക്കാർ അങ്ങനെ കണ്ടിരിക്കില്ല. ഹോർമോൺ പ്രോബ്ലം ഇത് ഹോർമോൺ പ്രോബ്ലമാണ്. ഇവിടെ കഴുത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ്, അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക. അത് ശരിയാണ്. ഡോക്ടറാണല്ലേ, ആറാട്ടണ്ണൻ MBBS അല്ലേ? അതല്ല ശാസ്ത്രീയമായ ഇത് അറിയാത്തല്ല, ഒരുപാട് പഠിച്ചിട്ടില്ലല്ലോ. പുള്ളി പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും റിലീജിയനാണ്, മതങ്ങളാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത്. ബോച്ച് ജാമ്യം കിട്ടി, എല്ലാ നല്ല പാവങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇനി തിരിച്ചു വരട്ടെ. ഞങ്ങൾ ബോച്ചൊരു വാക്കെന്തോ പറഞ്ഞു. ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് അറിയുന്നത്? അനോജ് സാബുമോൻ എൻ്റെ കേസ് അനോജ് വന്നു. എന്തുകൊണ്ട് സാബുമോൻ ഹേമ കമ്മിറ്റി പറയുന്നില്ല? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഹേമ കമ്മിറ്റി കണ്ടുപോയി.